Hello students, let us continue with the topic, that is components of embedded system hardware. Now input output ports and input output interfaces is the next heading. System gets the input from physical devices through the input ports. A processor identifies each input port by its memory buffer address called port address. System has output ports through which it sends the output bytes to the real world. A processor identifies each output port by its memory buffer address called the port address. There are also general purpose ports for both input and output operations. Each input output port is also identified by an address to which read and write operations take place. Ports can have serial or parallel communication with the system address and data buses. A system port may have to send output to multiple channels. A mux or demux circuit is then used. Bus, we say bus consists of common set of lines to connect the multiple devices, hardware units and systems for communication between any two of these at any given instance. So next block എന്ന് നമ്മൾ പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സും ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസും ആണ്. അപ്പോൾ ഇവിടെ സിസ്റ്റമിന് ഇൻപുട്ട് കിട്ടണമെങ്കിൽ അത് ഇൻപുട്ട് പോർട്സ് വഴിയാണ് കിട്ടുന്നത് ഫ്രം ദ ഫിസിക്കൽ ഡിവൈസസ് ആൻഡ് ഓരോ പോർട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ പോർട്ട് അഡ്രസ്സ് വെച്ചിട്ടാണ്. ഓക്കെ, മെമ്മറി ബഫർ അഡ്രസ്സാണ് പോർട്ട് അഡ്രസ്സ്. ദെൻ ഔട്ട്പുട്ട് പോർട്സ് അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് സെൻഡ് ചെയ്യുന്നത് റിയൽ വേൾഡിലേക്ക് സെൻഡ് ചെയ്യുന്നത് ഔട്ട്പുട്ട് പോർട്സ് വഴിയാണ്. ആൻഡ് പ്രൊസസ്സർ ഈച്ച് ഔട്ട്പുട്ട് പോർട്ടും അതേപോലെ പോർട്ട് അഡ്രസ്സ് ഉണ്ട് ഓരോ പോർട്ടിനും. ആൻഡ് ദർ ആർ ഓൾസോ ജനറൽ പർപ്പസ് പോർട്സ്, രണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ജനറൽ പർപ്പസ് പോർട്സും ഉണ്ട്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ബോത്ത് ഓപ്പറേഷൻസ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഐഡൻറ്റിഫൈഡ്, അതായത് ഓരോ പോർട്ടും ഒരു അഡ്രസ്സ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീഡും റൈറ്റ് ഓപ്പറേഷന് വേണ്ടി ഡിഫറെൻറ്റ് അഡ്രസ്സ് ഉണ്ടാവും. ആൻഡ് സീരിയൽ കമ്മ്യൂണിക്കേഷനും പാരലൽ കമ്മ്യൂണിക്കേഷനും രണ്ടും പോസിബിളാണ്. ദെൻ ഇറ്റ് മേ ഹാവ് ടു, അതായത് ചില സമയത്ത് ഇപ്പോൾ ഒരു സിസ്റ്റം പോർട്ടിന് മൾട്ടിപ്പിൾ ചാനൽസിലേക്ക് ഔട്ട്പുട്ട് സെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് മൾട്ടിപ്ലെക്സർ അല്ലെങ്കിൽ മക്സ്, പിന്നെ ഡീമൾട്ടിപ്ലെക്സർ ഡീമക്സ് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ദെൻ ബസ് എന്താണ്? ബസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഇതാണ്, കണക്ഷനാണ്. അപ്പോൾ അത് കോമൺ സെറ്റ് ഓഫ് ലൈൻസ് ഓർ വയേഴ്സ് എന്ന് പറയാം ടു കണക്ട് മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ഡിവൈസസ് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹാർഡ്വെയർ യൂണിറ്റും സിസ്റ്റം ആൻഡ് അത് കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ബസ് വഴിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് DAC ആൻഡ് ADC. DAC, that is a digital to analog converter. It converts the digital input to analog output. ADC, that is analog to digital converter. It converts the analog input to digital output. Then analog input is applied between positive and negative pins and is converted with respect to the reference voltage. Then suppose a system gets the analog input from digital camera. Then analog inputs to the system generates from each pixel. Each pixel's analog input has to be converted to bits to enable processing in the next stage. അതായത് ഇവിടെ ഇപ്പം നമ്മൾ രണ്ട് ഇതാണ് ADC ആൻഡ് DAC, അത് രണ്ടും ഈ ഓൺ ചിപ്പ് തന്നെ ഉണ്ടാവാം, എംബെഡഡ് സിസ്റ്റമിൽ തന്നെ ഉണ്ടാവാം. അപ്പോൾ ഇവിടെ അനലോഗ് ഇൻപുട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പിൻസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് അപ്ലൈ ചെയ്യും, അനലോഗ് ഇൻപുട്ട്. ആൻഡ് റെഫറൻസ് വോൾട്ടേജ് പ്രകാരം അത് കൺവേർട്ട് ചെയ്യും. സപ്പോസ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ ക്യാമറ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അനലോഗ് ഇൻപുട്ട് ഡിജിറ്റൽ ക്യാമറയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് അനലോഗ് ഇൻപുട്ട്സ് ഓരോ പിക്സലിനും അനലോഗ് ഇൻപുട്ട് ഉണ്ടാവും. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യണം ബിറ്റ്സിൽ. സോ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി അത് ബിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യും അനലോഗ് ഇൻപുട്ട്, ഓരോ അനലോഗ് ഇൻപുട്ടും, എന്നിട്ട് അത് ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് ADCയുടെ ഫങ്ഷൻ. ആൻഡ് ഇവിടെ ഇപ്പോൾ നമ്മൾ ADC n ബിറ്റ് ADC ആണ് എടുക്കുന്നതെങ്കിൽ ബൈനറി നമ്പർ, ദാറ്റ് ഈസ് n ബിറ്റ്സ് ആഫ്റ്റർ കൺവേർഷൻ കറസ്പോണ്ട്സ് ടു ഡെസിമൽ നമ്പർ n. സോ ആ ഡെസിമൽ നമ്പർ n എങ്ങനെയാണെന്ന് വെച്ചാൽ n ഈക്വൽ ടു VI ഇൻറ്റു V റെഫറൻസ് പ്ലസ് മൈനസ് V റെഫറൻസ് മൈനസ് ഡിവൈഡഡ് ബൈ 2 raised to n. അപ്പോൾ ഇവിടെ VI എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ്, ദെൻ V റെഫറൻസ്, അതായത് പോസിറ്റീവ് റെഫറൻസും ഉണ്ടാവും നെഗറ്റീവ് റെഫറൻസും ഉണ്ടാവും.
അതാണ് വി റെഫറൻസ് പോസിറ്റീവ് ആൻഡ് വി റെഫറൻസ് നെഗറ്റീവ്. ദെൻ എൻ എന്ന് പറയുന്നത് സ്മോൾ എൻ എന്ന് പറയുന്നത് എൻ ബിറ്റ് എ ഡി സിക്ക് വേണ്ടിയാണ്. സോ 8 ബിറ്റ് എ ഡി സി ആണെങ്കിൽ എൻ 8 ആയിരിക്കും. ഓക്കെ, ദെൻ വി ഹാവ് എ ഡി സി മേ ബി 8, 10, 12 or 16 bits depending upon the resolution needed for conversion. ഓക്കെ, അപ്പോൾ എ ഡി സി 8 ബിറ്റ് ആവാം, 10 ബിറ്റ് ആവാം, 12 അല്ലെങ്കിൽ 16 ബിറ്റ് ആവാം. ദർ ഈസ് എ കൺവേർഷൻ ടൈം ലിമിറ്റ് ഇൻ വിച്ച് ദ കൺവേർഷൻ ഇസ് ഡെഫിനിറ്റ്. ഒരു ടൈം ലിമിറ്റ് ഉണ്ടാവും, അതിനുള്ളിൽ കൺവേർഷൻ നടക്കും. Then ADC operations are required for data acquisition, image processing, voice processing, video processing, instrumentation and automatic control systems. അപ്പോൾ എ ഡി സി കുറേ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ LED, LCD and touch screen display. അപ്പോൾ ഇവിടെ a system requires an interfacing circuit and software to display the status or message. To indicate the on status of the system, there may be an LED that glows. LED is a diode that emits the yellow, green, red or infrared light in a remote controller on application of a voltage between 1.6 to 2 volt. A flashing LED may indicate that a specific task is under completion or is running. അതായത് ഇവിടെ നമ്മളിപ്പം ഡിസ്പ്ലേസിൽ 3 ടൈപ്പ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇസ് LED. അപ്പോൾ LED അതായത് ഇപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, എംബെഡഡ് സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും മെസ്സേജസ് അല്ലെങ്കിൽ സ്റ്റേറ്റസ് ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും. അതിന് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡിസ്പ്ലേസ് ആണ് ഈ പറഞ്ഞത്. അപ്പോൾ LED നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഒരു സിസ്റ്റമിൻ്റെ ഓൺ സ്റ്റേറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് LED ആണ്. അപ്പോൾ LED വെച്ചിട്ട് നമ്മളത് സിസ്റ്റം ഓൺ ആണെന്ന് വേണമെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു LED യൂസ് ചെയ്യാം. അതുപോലെ തന്നെ LED എന്ന് പറയുന്നത് ഡയോഡാണ്. ഇറ്റ് വിൽ എമിറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ലൈറ്റ്സ്, that is yellow, green, red or infrared in a remote controller. അപ്പോൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫറെൻറ്റ് കളേഴ്സിൽ ലൈറ്റ് എമിറ്റ് ചെയ്യും. ആൻഡ് ഫ്ലാഷിംഗ് LED നമുക്ക് യൂസ് ചെയ്യാം ചില കേസിൽ. ദാറ്റ് ഈസ് ഒരു ടാസ്ക് ഇപ്പോൾ കംപ്ലീഷൻ ആണോ അല്ലെങ്കിൽ അത് റണ്ണിങ് ആണോ അതിന് വേണ്ടി ഒരു ഫ്ലാഷിംഗ് LED യൂസ് ചെയ്യാം. LCD എന്ന് പറയുന്നത് ഇറ്റ് മേ ഷോ അപ്പ് ആസ് എ മൾട്ടി-ലൈൻ ഡിസ്പ്ലേ ഓഫ് ക്യാരക്ടേഴ്സ്. ഓൾസോ ഇറ്റ് ക്യാൻ ഷോ എ സ്മോൾ ഗ്രാഫ് or icon. Okay, then LCD needs little power. Supply or battery will power it. Okay, then അതാണ് LCD നെ പറ്റി പറയാനുള്ളത്. അതായത് ഒരു ഡിസ്പ്ലേ ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി LCD യൂസ് ചെയ്യുന്നുണ്ട്. ലെസ് പവറാണ് LCD റിക്വയർ ചെയ്യുന്നത്. ഇനി ടച്ച് സ്ക്രീൻ, it is an input as well as output device which is used by the user of a system to enter a command, choose a menu or given user reply as input. That is, the information is input by physically touching at a screen position using a finger or a stylus. Newer touch screen senses the fingers even from proximity. ഇപ്പോൾ ഇവിടെ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് ഇൻപുട്ട് ആസ് വെൽ ആസ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ആൻഡ് യൂസ്ഡ് ബൈ ദ സിസ്റ്റം യൂസർ ഓഫ് എ സിസ്റ്റം ടു എൻ്റർ എ കമാൻഡ്. ഒരു കമാൻഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി ടച്ച് സ്ക്രീൻ യൂസ് ചെയ്യാം. മെനു ചൂസ് ചെയ്യാം. ദെൻ യൂസറിന് റിപ്ലൈ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫിസിക്കലി ടച്ച് ചെയ്തിട്ട് ചെയ്യാം. സ്ക്രീൻ പൊസിഷനിൽ ഫിംഗർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റൈലസ് എന്ന് പറയുന്നത് ഒരു ഇതാണ്, ഒരു മാർക്ക് എന്താ പറയുക, പെൻസിൽ ഷേപ്ഡ് ഒബ്ജക്റ്റാണ് ആ സ്റ്റൈലസ്. അപ്പോൾ അതും യൂസ് ചെയ്യാം. ദെൻ ന്യൂവർ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു പ്രോക്സിമിറ്റി, അതായത് ഒരു ചെറിയ ഡിസ്റ്റൻസിൽ തന്നെ ഫിംഗേഴ്സിനെ സെൻസ് ചെയ്യാൻ പറ്റുന്ന ടച്ച് സ്ക്രീനും ഇപ്പോഴും അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ കീപാഡ് ഓർ കീബോർഡ്. ഇമ്പോർട്ടൻറ്റ് ഡിവൈസ് ഫോർ ഗെറ്റിംഗ് ദ യൂസർ ഇൻപുട്സ്. The system provides necessary interfacing and key debouncing circuit as well as software for the system to receive the input from a set of keys. A touchscreen provides for a virtual keypad in a mobile computing system. Keypad or keyboard may interface serially or parallelly to the processor directly through ports or through a controller. അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിവൈസ്, യൂസർ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ഇമ്പോർട്ടൻറ്റ് ഡിവൈസാണ് കീബോർഡ് അല്ലെങ്കിൽ കീപാഡ്. ആൻഡ് നെസസറി ഇൻ്റർഫേസിങ് സർക്യൂട്ട് ഉണ്ടാവും ഈ കീബോർഡിന് കീപാഡിനും. അതുപോലെ തന്നെ കീ ഡിബൗൺസിങ് സർക്യൂട്ട് ഉണ്ട്. ആൻഡ് സോഫ്റ്റ്വെയർ, അതായത് ഒരു സെറ്റ് ഓഫ് കീസിൽ നിന്ന് എടുക്കാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയറും ഉണ്ടാവും. ആൻഡ് ടച്ച് സ്ക്രീൻ ആക്ച്വലി ഇറ്റ് പ്രൊവൈഡ്സ് എ വെർച്വൽ കീപാഡ്. ടച്ച് സ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വെർച്വൽ കീപാഡ് ഓൾറെഡി ഉണ്ടാവും മൊബൈൽ കമ്പ്യൂട്ടിംഗ് സിസ്റ്റമിൽ.
Keyboard or keypad may interface serially or parallelly to the processor directly through ports or through controller. Okay, അപ്പോൾ ഡയറക്റ്റ്ലി സീരിയലി ഇൻ്റർഫേസ് ചെയ്യാം അല്ലെങ്കിൽ പാരലലി ഇൻ്റർഫേസ് ചെയ്യാം. ഓക്കെ, then we have the interrupt handler. System may possess a number of devices and the system processor has to control and handle the requirements of each device by running an appropriate ISR for each. So an interrupt handling mechanism must exist in each system to handle the interrupts from various processes and for handling multiple interrupts simultaneously. There can be a number of interrupt sources in a processor. Processor's current program has to divert to a service routine to complete that task on the occurrence of the interrupt. ഇപ്പോൾ ഇവിടെ interrupt handler എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇപ്പോൾ ഒരു സിസ്റ്റമിന് കുറേ ഡിവൈസസ് ഉണ്ടാവാം. ഓക്കെ, ആൻഡ് ഓരോ ഡിവൈസിൻ്റെയും റിക്വയർമെൻറ്റ് ഈ ഒരു പ്രൊസസ്സർ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിന് ഓരോ ഡിവൈസിനും ഒരു ISR അവിടെ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ ISR അവിടെ എക്സിക്യൂട്ട് ചെയ്യും. സോ ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസം ഉണ്ടായിരിക്കണം ഓരോ സിസ്റ്റമിലും. അപ്പോൾ ആ ഇൻട്രപ്റ്റ് ദാറ്റ് ഈസ് വേരിയസ് പ്രോസസ്സസിൽ നിന്ന് വരുന്ന ഇൻട്രപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഇൻട്രപ്റ്റ്സ് ഉണ്ടെങ്കിൽ അതും സൈമിൾട്ടേനിയസ്ലി ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഓക്കെ, നമ്പർ ഓഫ് ഇൻട്രപ്റ്റ് സോഴ്സസ് ഉണ്ടാവാം ഒരു പ്രൊസസ്സറിൽ. ആൻഡ് കറണ്ട് പ്രോഗ്രാം, ഇപ്പോൾ ഒരു പ്രൊസസ്സർ കറണ്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്യേണ്ടി വരും. ഇറ്റ് ഹാസ് ടു ഡൈവേർട്ട് ആൻഡ് ഇറ്റ് ഹാസ് ടു ഗോ ടു ദ സർവീസ് റുട്ടീൻ. ഓക്കെ, ISRലേക്ക് പോകേണ്ടി വരും. എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ആണ് മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു പോവുക. അതാണ് ഒരു ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ഓക്കെ, സോ ഒരു പ്രൊസസ്സർ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ടു ദാറ്റ് ISR, പെർഫോം ദാറ്റ് ആൻഡ് ദെൻ റിട്ടേൺ ബാക്ക്. ഓക്കെ.